മായ കവയത്രി സുഗതകുമാരി ടീച്ചറിൻ്റെ രാത്രിമഴ എന്ന കവിതയുടെ സ്വതന്ത്ര സംഗീത നാടകാവിഷ്കാരം രാത്രിമഴ. ഈ മഴയ്ക്കൊന്നും ഉറക്കമില്ലേ? എന്ത് സുഖമാണ് ആകാശത്ത് ആ തണുത്ത മേഘത്തൊട്ടിലിൽ കിടന്നുറങ്ങാൻ. ഈ മഴയ്ക്കിപ്പോ അവിടെ എങ്ങാനും കിടന്നുറങ്ങിയാ പോരെ? ഇതൊരുമാതിരി എന്നെ ഭയപ്പെടുത്താൻ വന്ന പോലെ. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും. അല്ല, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ എന്താ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നേ? ആഹാ, കൊള്ളാലോ. ഈ ഹോസ്പിറ്റൽ മുറിയിലും വേണോ കവിത എഴുത്തൊക്കെ? സമയം എന്തായെന്ന് അറിയോ നിനക്ക്? പാതിരാത്രി 12 മണി കഴിഞ്ഞ് 30 മിനിറ്റായി. അതെ, ഇങ്ങനെ ഉറക്കമൊഴിയാൻ പാടില്ലെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഓ പിന്നെ, ഈ നായക്കുട്ടികളുടെ കോളർ ബെൽറ്റ് പോലെ എപ്പോഴും കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരല്ലേ അങ്ങനെ പറഞ്ഞ്. അവർക്ക് അങ്ങനെ എന്തും പറയാം. എന്റെ മനുഷ്യ, ഈ മഴ ഇങ്ങനെ പല താളത്തിലും ഭാവത്തിലും നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന ഇത്തിരി ഭ്രാന്തുള്ളവരൊക്കെ എങ്ങനെയാ ഒന്ന് ഉറങ്ങുക? എനിക്കിത്തിരി ഭ്രാന്തുണ്ടെന്ന് കൂട്ടിക്കോ. ആ മതി മതി, നിന്റെ ഈ ഭ്രാന്തൻ കവിഭാവനയൊക്കെ. രാവിലെ ഇത്തിരി നേരത്തെ കുളിച്ച് റെഡിയായിരിക്കണം എന്നല്ലേ ആ നഴ്സുമാര് പറഞ്ഞിട്ട് പോയത്? നീ വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴാ ഈ മഴയൊക്കെ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളെ ഇനി എത്ര കാലം ഇങ്ങനെ തലോടാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എന്താ തോന്നുന്നതെന്നറിയുവോ? ഞാൻ പറയട്ടെ, ഇതെൻ്റെ ഭ്രാന്തമായ ചിന്തയിൽ നിന്നും ഉണർന്ന കവിതയാണോ സാഹിത്യമാണോ അതൊന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ മന്ദമീയാശുപത്രിക്കുള്ളിലൊരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി കിളിവാതിൻ വിടവിലൂടെ തടുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയ ഇരവിന്റെ ഖിന്നയാം പുത്രി. നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയ ഇരവിന്റെ ഖിന്നയാം പുത്രി. ഹലോ ഹലോ അമ്മ, ഉറങ്ങിയോ? ഇല്ല മോളെ. ടെൻഷൻ അടിച്ചിട്ടാണോ? നിനക്ക് ഉറക്കമില്ലേ? ആഹാ, അത് കൊള്ളാം. ഞാനിപ്പോ നിൽക്കുന്നതേ അമ്മയുടെ ഒറ്റപ്പാലത്തെ മണിശ്ശേരി തറവാടിന്റെ മുറ്റത്തല്ല. ഇതേ അമേരിക്കയാ. ഞാൻ നിൽക്കുന്നതേ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ താഴെയാ. ഓഹോ,
ഞാൻ അതങ്ങ് മറന്നു. ഇവിടെ നല്ല മഴയായിരുന്നു. നിനക്ക് സുഖമാണോ കുട്ടിയെ? ആഹാ, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യണുണ്ട്. അമ്മ ഇത് ഇത്തിരി നേരത്തെ ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ഗർഭപാത്രത്തിലെ ക്യാൻസർ വന്നവര് അങ്ങനെ പെട്ടെന്നൊന്നും. ഹലോ അമ്മ, അമ്മ, ഹലോ അമ്മ, അമ്മ, ഇത് കട്ടായല്ലോ ഈശ്വര. അല്ല, മഴ മാറിയോ? ഞാൻ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? എൻ്റെ മോൾ എന്ത് വിചാരിക്കും? ഈ അമ്മ ഒരു ധൈര്യമില്ലാത്തവളാണെന്നല്ലേ. എന്നാലും എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങിയ ഗർഭപാത്രം അതെങ്ങനെയാ ഞാൻ? എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവളെ ഞാൻ പ്രസവിച്ച ആ രാത്രി. അന്ന് ചെറിയൊരു ചാറ്റൽ മഴയുള്ള രാത്രിയായിരുന്നു. അന്ന് മുതലാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. അതെ, രാത്രിമഴ പണ്ടെന്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരിയണിയിച്ച വെണ്ണിലാവേക്കാം പ്രിയം തന്നുറക്കിയോരന്നത്തെ പ്രേമസാക്ഷി. രാത്രിമഴ പണ്ടൻ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരിയണിയിച്ച വെണ്ണിലാവേക്കാം പ്രിയം തന്നുറക്കിയോരന്നത്തെ പ്രേമസാക്ഷി. പ്രിയം തന്നുറക്കിയോരന്നത്തെ പ്രേമസാക്ഷി. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് 10 മാസം ഉറങ്ങിക്കിടന്ന ഒരു മണിച്ചപ്പാകാം. പക്ഷേ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായാൽ മെഡിക്കൽ സയൻസ് പ്രകാരം അത് എടുത്തു കളയേ മാർഗമുള്ളൂ. അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. ഡോക്ടർ, എനിക്കൊരു അവയവം വെട്ടിമുറിച്ച് കളയുന്നുണ്ടല്ല, എന്റെ മനസ്സിനെയും നിങ്ങളെല്ലാവരും കൂടി വെട്ടിമുറിച്ച്. എന്താ ഇത്? നിന്റെ യുക്തിയില്ലാത്ത കവിതകളൊക്കെ ഇവിടെ എഴുന്നള്ളിക്കേണ്ട ആവശ്യമുണ്ടോ? ഡോക്ടറെ, ഒരു ഡേറ്റ് തന്നു, ഞങ്ങൾ തയ്യാറായിരുന്നോളാം. വെരി ഗുഡ്. എന്നാ പിന്നെ മാഷ എൻ്റെ കൂടെ വന്നോളൂ. കുഞ്ഞോടെ, അമ്മ എവിടെ? അമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. ഇനിയും താമസിച്ച ഫ്ലൈറ്റ് മിസ്സാവും. പോരാത്തതിന് ഒരു വൃത്തികെട്ട മഴയും, റോഡെല്ലാം ബ്ലോക്കുവാ. അന്ന് ഫോൺ ചെയ്തപ്പോ അമ്മ നിലവിളിച്ച് കരയണ കേട്ടോണ്ടാ ഞങ്ങൾ 2 ആഴ്ചത്തെ ലീവ് എടുത്തിങ്ങ് പോകുന്നത്. അതെ അമ്മ, ഡോക്ടേഴ്സ് പറയുന്ന പോലെയൊക്കെ കേൾക്കണേ. അമ്മയ്ക്ക് ഒന്നും വരില്ല. ഈ കവിതയും ഭ്രാന്തും ഒക്കെ കുറച്ചു കാലത്തേക്കൊന്ന് മാറ്റി വെച്ചൂടെ അമ്മയ്ക്ക്? പ്ലീസ് അമ്മ. മക്കൾ പൊയ്ക്കും. ഞാനിങ്ങനെ ഇവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക്. എന്റെ കൃഷ്ണ, ഹോസ്പിറ്റലായിട്ട് എന്റെ കുഞ്ഞോൾക്ക് തരാൻ മുത്തശ്ശി ഒന്നും വാങ്ങിയില്ലല്ലോ. എന്റെ കുട്ടിക്ക് തരാൻ മുത്തശ്ശിയുടെ കയ്യിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇത് മോള് വെച്ചോ. What is this, Mutashi?
ഇതിലാണ് എൻ്റെ രാത്രി മഴ. നൈറ്റ് റെയിൻ. അതെ, മുത്തശ്ശി തന്നല്ലേ, അനുമോള് വാങ്ങിച്ചോ. നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് ഇതെന്താ നമ്മ പറഞ്ഞു കേട്ടോ. ഓക്കെ അമ്മ, എന്നാ ഞങ്ങള് ബൈ മുത്തശ്ശി. ബൈ. വന്നു. നിങ്ങള് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ കുട്ടിയെ 10 മാസം ഞാൻ കിടത്തി ഉറക്കിയ ഗർഭപാത്രം മുറിച്ചു കളയണമെന്ന്. കീടം ബാധിച്ചൊരവയവം മുറിച്ചു മാറ്റാം. പക്ഷെ ഈ കൊടും കേട് ബാധിച്ച എന്റെ പാവം മനസ്സിനെ എങ്ങനെ വെട്ടിമുറിച്ച് കളയുക? നിങ്ങൾക്കെങ്കിലും എന്റെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ പറയട്ടെ. രാത്രി മഴയോട് ഞാൻ പറയട്ടെ, രാത്രി മഴയോട് ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതം അറിയുന്നു ഞാൻ. നിന്റെ അൽവമർത്തുന്ന രോഷവും ഇരുട്ടത്ത് വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള ചിരിയും തിടുക്കവും നാട്യവും ഞാൻ അറിയുന്നതെന്തു കണ്ടെന്നു സഖീ. ഞാനും അതുപോലെ രാത്രി മഴ പോലെ, ഞാനും അതുപോലെ രാത്രി മഴ പോലെ. കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക അവാർഡുകൾ പ്രഖ്യാപനം തുടരുകയാണ്. ഒരു വീട്ടമ്മ തന്റെ തൂലികയിൽ എഴുതിയ മഴയുടെ ആത്മസംഘർഷവും ആ വീട്ടമ്മയുടെ ആത്മസംഘർഷവും ഒരേപോലെ എന്ന് സങ്കല്പിച്ച് കാവ്യാത്മകമായി എഴുതി പ്രസിദ്ധീകരിച്ച രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിനാണ് അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ആ വീട്ടമ്മയുടെ മരണാനന്തരം അവരുടെ കൊച്ചുമകൾ ആ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തന്റെ മുത്തശ്ശിയുടെ കവിതകൾ ഒരു സമാഹാരമായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ശേഷം മഴ എന്ന പേര് സ്വീകരിച്ച് ഇപ്പോൾ കുട്ടി കവിതകൾ എഴുതുന്ന ഒരു കൊച്ചു മിടുക്കി ഇവിടെയുണ്ട്. സുഗത ടീച്ചർ എന്ന വീട്ടമ്മയുടെ കൊച്ചുമകൾ. പ്ലീസ് വെൽക്കം ഡിയർ ലിറ്റിൽ ബേബി ഗേൾ അനു മണിശ്ശേരി. ഹലോ ഹലോ അനുമോൾ, ഞങ്ങൾക്ക് വേണ്ടി മുത്തശ്ശിയുടെ രാത്രിമഴ എന്ന കവിത ഒന്നുകൂടെ ചൊല്ലാമോ പ്ലീസ്?